നമ്മൾ കാശ്മീർ പ്രശ്നത്തെക്കുറിച്ച് 2 വീഡിയോ ചെയ്തത് ഓർക്കുമല്ലോ. അവസാനം നമ്മൾ രണ്ടാമത് ചെയ്തത് കാശ്മീർ നടക്കുന്ന ആക്ഷനെ കുറിച്ചാണ്. സിന്ധൂർ, ഓപ്പറേഷൻ സിന്ധൂർ. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാശ്മീർ ആഫ്റ്റർ സീസ് ഫയർ, വെടിനിർത്തലിന് ശേഷമുള്ള കാശ്മീർ സ്ഥിതികളാണ് ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. കാശ്മീർ യുദ്ധം ചില കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചു, ചില ടേംസ് ഒക്കെ പഠിപ്പിച്ചു. സൈബർ യുദ്ധം, നയതന്ത്ര യുദ്ധം, ഡ്രോൺ യുദ്ധം, മിസൈൽ യുദ്ധം. യുദ്ധത്തിന് സ്വഭാവം തന്നെ മാറി. പണ്ട് യുദ്ധം നടന്നാൽ മരിക്കുന്നത് മനുഷ്യരാണ്. അപ്പൊ ഹ്യൂമൻ കാഷ്വാലിറ്റി കുറയുന്നു എന്നതൊരു സൂചനയാണ്. മോഡേൺ വാർഫെയറിന്റെ ഒരു സൂചനയാണത്. ഡ്രോൺ അയച്ച്, മനുഷ്യന് പകരം ഡ്രോൺ അയച്ച് യുദ്ധം ചെയ്യുന്നു, മിസൈൽ അയച്ച് യുദ്ധം ചെയ്യുന്നു, ബോർഡർ ക്രോസ് ചെയ്യാതെ യുദ്ധം ചെയ്യുന്നു. അപ്പം ഇനി AI ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യുമ്പോഴേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുമ്പോഴേ വളരെ വിദൂര കേന്ദ്രങ്ങളിൽ നിന്നായിരിക്കും യുദ്ധം നടക്കുക. ഹ്യൂമൻ കാഷ്വാലിറ്റി കുറയും അൺലെസ് ആറ്റം ഈസ് യൂസ്ഡ്. ആറ്റം ഉപയോഗിച്ചാലേ ഉള്ളൂ മനുഷ്യരാശി മൊത്തം പോകുന്നത്. അപ്പോൾ എണ്ണം കൂടിയിട്ട് കാര്യമില്ല. സൈനികരുടെ എണ്ണമല്ല കൂടിയിട്ടത്, സൈനികരുടെ എഫിഷ്യൻസി കൂടണം എന്നുള്ളതാണ് പുതിയ യുദ്ധതന്ത്രം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മുടെ 4 സൈനിക മേധാവികൾ പത്രസമ്മേളനം നടത്തിയത് നമ്മൾ ശ്രദ്ധിച്ചല്ലോ. 2 പത്രസമ്മേളനം അവർ നടത്തി. വരികൾക്കിടയിലൂടെയും വായിക്കാം, വരികളിലൂടെയും വായിക്കാം അവർ പറഞ്ഞ കാര്യങ്ങൾ. We can read along the lines and between the lines what they had said. അപ്പം അവർ പറഞ്ഞ കാര്യങ്ങളെ 2 തലത്തിൽ കാണണം. വരികളിലൂടെ വായിക്കണം, വരികൾക്കിടയിലൂടെ വായിക്കണം. വരികളിലൂടെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യ വധിച്ചത് 100 ഭീകരരെയാണ്. ക്ലിയർ ആയിട്ട് അത് പറഞ്ഞിരിക്കുന്നു. 100 ഭീകരരെ നമ്മൾ വധിച്ചു കഴിഞ്ഞു. പട്ടാളക്കാരെത്ര മരിച്ചു എന്ന് ചോദിച്ചാൽ 30-നും 35-നും ഇടയിൽ എന്നൊരു ഫിഗറാണ് നമുക്ക് ലഭിക്കുക. പട്ടാളക്കാരുടെ ഇന്ത്യൻ ഭടന്മാരെത്ര ചോദിച്ചാൽ ഒരു 6-നടുത്ത് നമുക്ക് സൂചനയാവാതിരിക്കും. അതൊക്കെ വരികളിലൂടെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ചു, മിസൈലുകൾ ഉപയോഗിച്ചു. മുഖ്യമായി ഇതാണ് ഉപയോഗപ്പെടുത്തിയത് എന്നുള്ളതും വരികളിലൂടെ മനസ്സിലാക്കാം. മറ്റൊന്ന്, കറാച്ചി നമ്മുടെ സൈന്യം വളഞ്ഞു, സബ്മറൈൻസ് ഉപയോഗിച്ചു എന്നൊക്കെ അവര് ക്ലിയറായിട്ട് പറഞ്ഞു. പാകിസ്ഥാന്റെ നിരവധി സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചത് ചിത്രങ്ങൾ സഹിതം നമ്മൾ കണ്ടു. ഇനിയിപ്പോഴും നമുക്ക് കള്ളം പറയാനൊന്നും പറ്റില്ല. ഇനി എല്ലാം ക്ലിയറാ, മനുഷ്യരെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. എല്ലാ ചിത്രങ്ങളും തെളിവില്ലാതിനൊന്നും പറയാൻ പറ്റില്ല. പ്രൈം മിനിസ്റ്റർ മോഡി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആണവ യുദ്ധത്തെ ഇന്ത്യ ഭയക്കുന്നില്ല. ഏറ്റവും പ്രധാനം, ഇന്ത്യയുടെ യുദ്ധത്തിന് ഒരു ദിശ കണ്ടെത്തിയിരിക്കുന്നു, ഒരു ദിശാനിർണയം നടത്തിയിരിക്കുന്നു. ഏത് ദിശയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്? ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധമാണ് നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നതും കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും. ഭാവിയിലെ യുദ്ധം അതായിരിക്കും. ഒരു ദിശാനിർണയം നമ്മൾ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കണം. എന്നാൽ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിലൊന്ന്, റഫാൽ വിമാനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടോ എന്നൊരു ചോദ്യം പത്രക്കാർ ചോദിച്ചു. നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അവർ നൽകിയ സൂചന യുദ്ധത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകും. ഒരു ഫാക്റ്റാണത്. ആ ഫാക്റ്റ് വെച്ച് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതിനൊന്ന് ഇലാബറേറ്റ് ചെയ്യേണ്ട കാര്യമല്ല, വരികൾക്കിടയിലൂടെ മനസ്സിലാക്കും.
യുദ്ധത്തിൻ്റെ സ്വഭാവം അതാണ്. വരികൾക്കിടയിലൂടെ ചിലപ്പോൾ പറയേണ്ടി വരും, നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇരുഭാഗത്തും, ഇന്ത്യക്കും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് വരികൾക്കിടയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതേ സമയത്ത് പറയുന്നുണ്ട് എല്ലാ പൈലറ്റുകളും തിരിച്ചു വന്നെന്ന്. എല്ലാ പൈലറ്റുകളും തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള വിമാനമായിരിക്കാം ഉപയോഗിക്കുന്നത്? പൈലറ്റ്ലെസ് വിമാനം ആകാമോ? നമ്മുടെ ആലോചനയ്ക്ക് വിട്ടുവന്നിരിക്കുക അതല്ല. അപ്പം വരികളിലൂടെയും മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. അങ്ങനെ ആ കൂട്ടത്തിൽ നമ്മളെ ചോദിച്ചല്ലോ, പത്രക്കാരി ചോദിച്ചല്ലോ, ഈ പാകിസ്ഥാൻ എത്ര പ്ലെയിനുകൾ നഷ്ടപ്പെട്ടു? അത് അവർ തന്നെ വെളിപ്പെടുത്തും എന്നതാണ്. അവിടെയും ചില ദുരൂഹതകൾ അവശേഷിക്കുന്നു. പ്ലെയിനുകൾ നഷ്ടപ്പെട്ട എത്ര അതിനെ കൗണ്ട് എടുക്കുന്നതേ ഉള്ളൂ. അതും വരികൾക്കിലൂടെ മനസ്സിലാക്കും നമുക്ക്. അവർക്ക് പ്ലെയിൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് വരും എന്ന്. അതല്ല ഞാനിവിടെ പ്രധാനമായിട്ടും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ച ചില സംശയങ്ങളും ചില ചോദ്യങ്ങളുമുണ്ട്. ഒന്നാമത്തെ സംശയം, ഈ സഡൻ സീസ് ഫയർ എന്തുകൊണ്ടുണ്ടായി? ഇന്ത്യക്കാരൊരു മൂഡിലായിരുന്നു ഈ പോക്ക് പിടിക്കുമെന്ന്. പാക് ഒക്യുപ്പൈഡ് കാശ്മീർ ഇന്ത്യൻ സൈന്യം പിടിക്കും എന്ന ഒരു ധാരണയിലായിരുന്നു ഇന്ത്യക്കാർ. അങ്ങനെ ചിന്തിക്കാനൊരു മൂഡിലായിരുന്നു. പക്ഷെ പെട്ടെന്ന് സീസ് ഫയർ സംഭവിച്ചു. നമ്മൾ ഉയർത്തുന്ന ചോദ്യം, എന്തുകൊണ്ട് പെട്ടെന്ന് സീസ് ഫയർ ഉണ്ടായോ? അബ്രപ്റ്റായിട്ട് സീസ് ഫയർ ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണിത്? അതിൽ ട്രംപിൻ്റെ പങ്കാണ്. ട്രംപിൻ്റെ അവകാശവാദങ്ങൾ പണ്ടേ നമുക്കറിയാം, വളരെ ബോസ്ഫുൾ നേച്ചറാണ് ഇത്. വല്ലാതെ ബീം പഠിക്കുന്ന മനുഷ്യനാ ഈ ട്രംപ്. നമുക്കറിയാം, എല്ലാത്തും ബീം പൊക്കെ അടിച്ചു കളയും. ഞാൻ ഇടപെട്ടുകൊണ്ട് അവസാനിപ്പിച്ചു. എന്തായിരുന്നു ട്രംപിൻ്റെ ഇടപെടലിൻ്റെ പ്രത്യേകത? എന്ത് ഇടപെടലാണ് ഇദ്ദേഹം നടത്തിയത്? ഇന്ത്യക്ക് അങ്ങനെ ഒരു തേർഡ് പാർട്ടി ഇടപെടലിൻ്റെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം, ഒരു സംശയം നമ്മുടെ ഉള്ളിലുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും നിഗമനങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഒരു സംശയം, ഒരു തേർഡ് പാർട്ടിയുടെ ആവശ്യം നമുക്കുണ്ടോ ഇതിനകത്ത്? പ്രത്യേകിച്ച് ട്രംപിനെ പോലൊരാളെ ഇടപെടേണ്ട കാര്യമുണ്ടോ? ട്രംപ് വല്ല ഭീഷണി മുഴക്കിയിട്ടുണ്ടോ? അതും ഒരു സംശയമാണ്. 2 രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ചില പത്രങ്ങൾ പറയുന്നത്. എന്താ അദ്ദേഹം ഉയർത്തിയ ഭീഷണി? നിങ്ങൾ ആറ്റം ഉപയോഗിച്ചാൽ ട്രേഡ് റിലേഷൻഷിപ്പ് ഒന്നും ഞങ്ങളുമായിട്ട് ഉണ്ടാകില്ല. അമേരിക്ക നിങ്ങളുമായിട്ട് യാതൊരു വാണിജ്യ ബന്ധത്തിലും ഇനിയും ഏർപ്പെടില്ല എന്ന് 2 രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഭീഷണിക്ക് വഴങ്ങുന്നവരാണോ നമ്മൾ? എനിക്കറിയാൻ വയ്യ. നമുക്ക് ആലോചിക്കേണ്ട വിഷയമാണത്. അപ്പോൾ ഞങ്ങൾ ഇഷ്ടംപോലെ നിങ്ങളുമായിട്ട് ട്രേഡ് നടത്താം, ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ എന്ന മട്ടിൽ ട്രംപ് സംസാരിച്ചെങ്കിൽ ട്രംപിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഒരു സ്വാഭാവികമായ നിഗമനമാണ്. എന്തായാലും ചില സംശയങ്ങൾ അക്കാര്യത്തിലുണ്ട്. കൂടുതൽ വ്യക്തത അക്കാര്യത്തിൽ വേണ്ടിവരും. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, ഇന്ത്യൻ വക്താക്കളുടെ ഭാഗത്തു നിന്ന് എന്ന്. എൻ്റെ ചോദ്യം അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ഉന്നയിക്കുന്നത്, ഇന്ത്യയുടെ വിശാലമായ താല്പര്യത്തെക്കാൾ വലുതാണോ വാണിജ്യ താല്പര്യങ്ങൾ? ഇതാണ് നിങ്ങളുടെ ചിന്തയ്ക്ക് ഞാൻ വിഷയീകരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടത് ഇന്ത്യയുടെ വിശാലമായ താല്പര്യങ്ങൾക്ക് മുകളിലാണോ ഇന്ത്യയുടെ വാണിജ്യ താല്പര്യങ്ങൾ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതുപോലെ എനിക്ക് മറ്റൊരു സംശയമുണ്ട്, ചോദ്യമുണ്ട്. 4-5 ഭീകരന്മാരാണല്ലോ പഹൽഗാം ഭീകര ആക്രമണത്തിൻ്റെ ഉത്തരവാദികൾ. 4-5 പേരുണ്ടെന്നല്ലേ പറയുന്നത്. അവരെ പിടിച്ചോ ഇല്ലയോ എന്ന് പറയാനുള്ള ഒരു ബാധ്യതയുണ്ട്. അതറിയാനുള്ള ഒരു അവകാശം ഇന്ത്യൻ ജനതയ്ക്കുണ്ട്. അതും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഒരു സ്വാഭാവിക സംശയമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സത്യങ്ങളൊന്നും ഇനി മറച്ചു വെക്കാൻ സാധ്യമല്ല.
കാരണം തെളിവുകൾ ആവശ്യം. ഇന്ത്യ ഗവൺമെൻറ് തെളിവുകളാണ് നിരത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പട്ടാള മേധാവികൾ, സൈനിക മേധാവികൾ തെളിവ് സഹിതമാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അത് പാകിസ്ഥാന് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് രണ്ട് സൈനിക നേതൃത്വങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ അക്സെപ്റ്റൻസ് നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ടത് ഇന്ത്യ ഗവൺമെൻറ് പറയുന്ന തെളിവുകളെ സ്വീകരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ മൗനത്തെ നമ്മൾ സംശയത്തോട് കാണുകയാണ്. എപ്പോഴും പാകിസ്ഥാനെ ഈ പട്ടാള മേധാവികളുടെ ഭരണമെന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, ട്രാൻസ്പെറൻ്റ് അല്ലല്ലോ. അവർക്ക് ട്രാൻസ്പെറൻ്റായിട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ജനങ്ങളുടെ ബാധ്യതയില്ല. ജനങ്ങളോട് എന്താ അവർക്ക് ബാധ്യത? ഒരു തെളിവും ഇല്ലാതാണ് പാകിസ്ഥാൻ പറയുന്നത് മുഴുവൻ എന്നുള്ളതാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സേനാ നേതാക്കന്മാർ, സൈനിക മേധാവികൾ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. പിന്നെ ഒരു കാര്യം നമുക്കറിയാമല്ലോ, എപ്പോഴും സത്യം യുദ്ധത്തിലൊരു കാഷ്വാലിറ്റിയാണ്. ട്രൂത്ത് ഈസ് ദ മെയിൻ കാഷ്വാലിറ്റി ഇൻ വാർ. എന്തെല്ലാം നുണകളാണ് പ്രചരിക്കപ്പെടുന്നത്, എന്തെല്ലാം നുണകളാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. അതൊട്ടും ശരിയായ ഒരു കാര്യമല്ല ഇക്കാലത്ത്. കാരണം എല്ലാ സത്യങ്ങളും ഏകദേശമൊക്കെ നമുക്ക് ക്രമേണ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ നുണപ്രചരണങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നുണപ്രചരണങ്ങളൊന്നും ആർക്കും ഗുണം ചെയ്യില്ല. സത്യാവസ്ഥയിലൂടെ വേണം കാര്യങ്ങൾ കാണാനും ചിന്തിക്കാനും. ഉദാഹരണം, സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ് ഇമ്രാൻഖാൻ്റെ മരണം. നടന്നതാണോ? ഇമ്രാൻഖാൻ മരിച്ചുപോയി, ഇമ്രാൻഖാനെ കൊന്നു എന്നൊക്കെ സോഷ്യൽ മീഡിയ അങ്ങോട്ട് ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തിന് പടം കണ്ടാലറിയാം അനാരോഗ്യമുണ്ട്, ഒരു പക്ഷേ തടവറയിൽ അദ്ദേഹത്തിന് പീഡനം ഉണ്ടാകാം, എല്ലാം സംഭവിച്ചു. പക്ഷെ മരിച്ചു എന്നൊക്കെ പറയുന്നത് മോശമല്ലേ? അങ്ങനെയൊക്കെയുള്ള ചില പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ബലൂചിസ്ഥാൻ്റെ സ്വാതന്ത്ര്യം ഉറപ്പാണ്. ഇന്ത്യ ഒന്ന് കണ്ണടച്ചു കൊടുത്താൽ മതി, ബലൂചിസ്ഥാൻ്റെ സ്വാതന്ത്ര്യം ഉറപ്പായി. പാകിസ്ഥാൻ്റെ ഒരു ഭാഗം അങ്ങനെ നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഫ്ഗാൻ തീവ്രവാദികൾ ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ ഇന്നത്തെ പാകിസ്ഥാന് കഴിയില്ല. എല്ലാം കൊണ്ട് പാകിസ്ഥാൻ റിസീവിങ് എൻഡിലാണ് എന്നുള്ളതാണ് സീസ് ഫയറിന് ശേഷമുള്ള സവിശേഷത. അതുമാത്രമല്ല, യാതൊരു എത്തിക്സും പാകിസ്ഥാൻ കാണിക്കുന്നില്ല. സീസ് ഫയറിന് ശേഷം വീണ്ടും ഡ്രോണുകൾ വിട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇന്നും നമ്മൾ ശ്രമിച്ച വാർത്ത. ഇന്നലെ രാത്രിയിലും ഡ്രോണുകൾ വിട്ടെന്നാണ് പറയുന്നത്. അവിടെ എനിക്കൊരു സംശയമുണ്ട്, ഈ ഡ്രോണുകളെ നമ്മൾ നേരിടുന്നുണ്ടോ, പ്രത്യാക്രമണം നടത്തുന്നുണ്ടോ? അതിനെക്കുറിച്ചൊന്നും നമുക്ക് വേണ്ട വിവരങ്ങൾ കിട്ടുന്നില്ല. ഒരു പക്ഷേ കിട്ടുമായിരിക്കാം. എന്തായാലും ശരി, യാതൊരു എത്തിക്സും ഇല്ലാത്ത ഒരു ഗ്രൂപ്പുമായിട്ടാണ് നമ്മൾ സന്ധി ചെയ്തിരിക്കുന്നത്. ഈ ട്രീറ്റി ശാശ്വതമാകണമെങ്കിൽ കുറെ സത്യസന്ധത പാലിക്കണം, കുറെ മര്യാദകൾ പാലിക്കണം. ഒരു റോഗ് സ്റ്റേറ്റായ പാകിസ്ഥാൻ അത് കഴിയുമോ? അതാണ് പ്രൈം മിനിസ്റ്റർ മോഡി പറഞ്ഞത്. ബ്ലഡ് ആൻഡ് വാട്ടർ cannot flow together. രക്തവും വെള്ളവും കൂടി ഒന്നിച്ചൊഴുകാൻ പറ്റത്തില്ല. സിന്ധു നദീജല കരാറ് റദ്ദ് ചെയ്തുകൊണ്ട് അദ്ദേഹം ആദ്യമേ പറഞ്ഞ വാചകങ്ങൾ നമ്മളിപ്പോൾ ഒന്നുകൂടെ ഓർക്കുമ്പോൾ എത്ര ശരിയാണ്. രക്തവും വെള്ളവും കൂടി ഒഴുകാൻ പറ്റത്തില്ല. അവരതിനാ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു രാജ്യം മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഈ സീസ് ഫയർ എത്ര നാൾ നിലനിൽക്കും എന്നുള്ളത് കൂടി കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം പാകിസ്ഥാന് ഒരു പേര് ദോഷം വന്നിരിക്കുന്നു. റോഗ് സ്റ്റേറ്റ് എന്ന് ലോകം ഏതാണ്ട് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഒരു ചട്ടമ്പി രാഷ്ട്രമായിട്ട്, ഒരു തെമ്മാടി രാഷ്ട്രമായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ രാഷ്ട്രത്തിന് സൽപ്പേരാണ് പോകുന്നത്. ഇതൊക്കെയാണ് സീസ് ഫയറിന് ശേഷം ഞാൻ കാണുന്ന സവിശേഷതകൾ. പിന്നെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളോട് സൂചിപ്പിക്കട്ടെ. മറ്റൊന്നുമല്ല, നമ്മുടെ ഡിഫൻസ് ഫോഴ്സസ് ഒന്നുകൂടെ ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു.
അതെങ്ങനെയാണ്? നമുക്ക് AI ഉപയോഗിക്കണം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കണം, സൈബർ വാർഫെയർ ശക്തിപ്പെടുത്തണം, റോബോട്ട്സിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം, സ്പേസിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കണം, നമ്മുടെ ഇൻ്റലിജൻസ് വിങ് കൂടുതൽ ശക്തിപ്പെടണം, വാർണിംഗ് സിസ്റ്റംസ് കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്യണം. ഈ യുദ്ധത്തിൽ നിന്ന് നാം പഠിക്കുന്ന പാഠങ്ങൾ ഇതൊക്കെയാണ്. എന്താ, ഞാൻ ആ ഭാഗം ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. എത്രമാത്രം നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള റിസർച്ചുകൾ എത്ര മുന്നോട്ട് പോകുന്നുണ്ട്, ഒരു ചോദ്യം. സൈബർ വാർഫെയറിൽ നമ്മൾ ഒന്നുകൂടെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. റോബോട്ട്സുകളുടെ സേവനങ്ങളെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് ആലോചിക്കണം. ഒരു സ്പേസിൻ്റെ സാധ്യതകൾ, സ്പേസ് പോസിബിലിറ്റീസ് എല്ലാം ഉപയോഗിക്കണം. നമ്മുടെ ഇൻ്റലിജൻസ് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിരിക്കണം. ഇൻ്റലിജൻസ് എഫിഷ്യൻ്റ് ആയില്ലെങ്കിൽ മാത്രമേ വാർണിംഗ് സിസ്റ്റംസ് എല്ലാം ശരിയാകത്തുള്ളൂ. ഇതാണ് സീസ് ഫെയറിന് ശേഷമുള്ള സിറ്റുവേഷൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ രേഖപ്പെടുത്തണം. അഭിപ്രായം കേൾക്കുന്ന എനിക്ക് സന്തോഷമുണ്ട്. നമ്മൾ ചർച്ച ചെയ്ത് വേണം ഇതിനെക്കുറിച്ചൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാകാതെ വസ്തുനിഷ്ഠമായിട്ട് മാത്രമേ പറയുവാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എൻ്റെ ഈ ചാനൽ ധാരാളം പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇനിയും അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വിനീതമായ